എൻ്റെ ഇംഗ്ലീഷ് സ്കില്ല് മറ്റുള്ളവർ ജഡ്ജ് ചെയ്താലോ എന്ന് കരുതിയിട്ട് സംസാരിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പം അത് എങ്ങനെ മാറ്റാൻ പറ്റും, അങ്ങനെ സംസാരിക്കാതിരിക്കുന്നത്? ജഡ്ജ് ചെയ്യൂ എന്ന് ആലോചിച്ചിട്ട്. ഇപ്പൊ താങ്കൾ ചെയ്യുന്നതാണ് ജഡ്ജല്ലേ? ഒന്ന് ആലോചിച്ചോ, എന്നെ ഇംഗ്ലീഷ് സ്കില്ല് മറ്റുള്ളവർ ജഡ്ജ് ചെയ്താലോ എന്ന് ആലോചിച്ച് താങ്കൾ തന്നെ താങ്കളുടെ സ്കില്ലിൻ്റെ ഔട്ട്പുട്ടിനെ ജഡ്ജ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അവിടെ തന്നെ അത് ഫെയിലിയർ. ഈ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടാവും. അതിലേക്ക് ഫോക്കസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം കാണുള്ളൂ. എഡിറ്റ് ചെയ്യും. നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോഗ്രസ് മാത്രമാണ്, ബാക്കിയുള്ളവരുടെ അഭിപ്രായമല്ല. ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു, എത്ര പെർഫെക്റ്റ് ആയിരുന്നാലും ഇപ്പം ഐശ്വര്യ റായിനെയോ യേശുദാസ് സാറിനെ എ ആർ റഹ്മാനെ ഇവരെല്ലാം കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. എന്നും പറഞ്ഞാൽ അവർ ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് വേണ്ടി സംഗീതം നിർത്തുന്നില്ല. പിടികിട്ടിയോ? അപ്പം എപ്പോഴും ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇംപെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്തില്ല. പെർഫെക്ഷന് വേണ്ടി മനുഷ്യൻ ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. ഇമ്പ്രൂവ് ആകുന്ന സമയത്ത് ഇപ്പോൾ സുരഭി ഇംഗ്ലീഷ് ട്രെയിനറാണ്. ഒരു 10 വർഷം മുന്നേ എങ്ങനെ സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു 5 വർഷം മുന്നേ എങ്ങനെ സംസാരിച്ചിരുന്നു, 1 വർഷം മുന്നേ എങ്ങനെ സംസാരിച്ചിരുന്നു എന്ന് ആലോചിച്ചിട്ട് ഇപ്പോൾ ഉള്ള കാര്യം ആലോചിക്കുമ്പോൾ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഗ്രാഫ് കാണാൻ പറ്റും. അത് മാത്രം മതി. പിന്നെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന നമ്മുടെ മെൻറ്റേഴ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. നമ്മുടെ ട്രൂ ഫ്രണ്ട്സ്, നമ്മുടെ നന്മ വരണം എന്ന് പറയുന്ന ഫ്രണ്ട്സിൻ്റെ മാത്രം എടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇത് ജഡ്ജ്മെൻറ്റും കളിയാക്കലും നെഗറ്റിവിറ്റിയും എല്ലായിടത്തും ഉള്ളതാണ്. അതിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഉയരാൻ പറ്റത്തില്ല. ട്രസ്റ്റ് യുവർ സെൽഫ്, ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് മൂവ് ഫോർവേഡ്. ഓക്കെ സർ, താങ്ക് യു. മിസ്റ്റേക്ക് ഇല്ലാതെ സ്പീഡിൽ എങ്ങനെ ഇംഗ്ലീഷ് പറയാൻ പറ്റും? അതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? മിസ്റ്റേക്ക് ഇല്ലാതെ സ്പീഡിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റണം. ഞാൻ ഗിത്താർ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ അവരോട് ചോദിച്ചിരുന്ന സംഭവമാണ്, എങ്ങനെ നമുക്ക് സ്പീഡ് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ മെൻറ്റർ എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ സ്പീഡിൽ ഗിറ്റാർ വായിക്കണമെങ്കിൽ നീ ആദ്യം സ്ലോയിൽ വായിക്കണം. പാട്ടിൽ ഇത് തന്നെ ട്രിക്ക്, ഇംഗ്ലീഷിൽ ഇത് തന്നെ ട്രിക്ക്. ഹിപ്നോണ്ട് ഇംഗ്ലീഷിനകത്തുള്ളതും ഇത് തന്നെയാണ്. നമ്മൾ അവരെ കൊണ്ട് ബേസിക്ക് സ്ലോ ആയിട്ട് പഠിപ്പിച്ച് അവർക്കിത് ബേസ് കിട്ടുമ്പോൾ, വണ്ടി കയ്യിൽ നിൽക്കുമെന്ന് ബോധ്യപ്പെടുമ്പോൾ, ഗിത്താറിൻ്റെ സ്ട്രിങ്സ് കയ്യിൽ നിൽക്കുമെന്ന് ബോധ്യപ്പെടുമ്പോൾ, സ്വരങ്ങൾ നമ്മളെ തൊണ്ടയിൽ വോക്കൽ കോഡിൽ ഗ്രിപ്പ് കിട്ടുമെന്ന് ബോധ്യപ്പെടുമ്പോൾ, ഇംഗ്ലീഷ് വാക്കുകൾ നമ്മുടെ കൺട്രോളിൽ വരുമെന്ന് ബോധ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ജനറേറ്റ് ആവും? സ്പീഡ് ജനറേറ്റ് ആവും. ദെൻ യു ക്യാൻ സ്പീക്സ് വെരി ക്വിക്ക്ലി. ബിക്കോസ് നമ്മൾ മലയാളം സംസാരിച്ച സമയത്തും നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പതുക്കെ കൊഞ്ചിയൊക്കെയാണ് സംസാരിക്കുന്നത്. വലുതാകുമ്പോഴേക്കും അവർക്ക് നല്ല ഒരുപാട് വൊക്കാബുലറി പ്രാക്ടീസൊക്കെ കിട്ടുമ്പോഴേക്കും അവർ സ്പീഡ് സംസാരിക്കാനൊക്കെ പറ്റും. പിടിയിടുന്നത് എല്ലാവരും സ്ലോ ആയിട്ട് തന്നെ തുടങ്ങി. സ്ലോയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാരണം ഈ മ്യൂസിക്കെല്ലാം കേൾക്കുമ്പോൾ സരിഗമ ഇതൊക്കെ ഭയങ്കര സ്പീഡ് പാടുന്ന കേട്ടില്ലേ? നിങ്ങൾ ആ സ്പീഡ് പാടുന്നേ കേട്ടിട്ടുള്ളൂ. സംഗീത കോളേജിലൂടെ രാവിലെ വരണം, അപ്പോൾ അത് ഇഴപ്പിച്ച് പാടുന്ന കേൾക്കാം വളരെ സ്ലോ ആയിട്ട്. അതാണ് അവർ ട്രിക്ക്. ആൻസർ എന്താണ്? സ്ലോയിൽ പ്രാക്ടീസ് ചെയ്താൽ സ്പീഡിൽ സംസാരിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മിസ്റ്റേക്ക് വരുമ്പോൾ ഡൗൺ ആവും. അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മിസ്റ്റേക്ക് വരുമ്പോൾ ഡൗൺ ആവും. നമ്മൾ ന്യൂ ഇയർ ആകുമ്പം ഒരു പ്രതിഭാസം കാണും. മ്യൂസിയത്തൊന്നും പോകാൻ പറ്റില്ല. ഈ എക്സസൈസ് ചെയ്യാൻ വരുന്ന ആൾക്കാരെയും നടക്കാൻ വരുന്ന ആൾക്കാരെ കൊണ്ട് സൂചി കുത്ത ഇടം കാണില്ല. എന്നാൽ ഒരു 30 ദിവസം കഴിയുമ്പോൾ ഇവന്മാരാരും കാണില്ല. ജിമ്മിൻ്റെ മെമ്പർഷിപ്പ് നിറഞ്ഞ് കവിയും ജനുവരി 1. ഒരു മാസം കഴിയുമ്പോൾ അവരെ കാണില്ല. എന്തുകൊണ്ടാണ്? ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞിട്ട് അവർക്ക് ആദ്യത്തെ ഒരു 4 ദിവസം നടന്നിട്ട് വയർ നോക്കും, കുറഞ്ഞു വന്നു. അന്ന് തന്നെ നോക്കും. അതൊക്കെ ആദ്യമൊക്കെ കുറച്ച് വയർ അകത്തോട്ട് പിടിച്ച് കുറഞ്ഞ് വിചാരിക്കും. ഒരാഴ്ചയിൽ കൂടുതൽ പിന്നെയും പിടിക്കാൻ പറ്റുമോ വയർ? ഇല്ല, ഡൗൺ ആവും. സുരഭി പറഞ്ഞ പോലെ നിർത്തും. അതാണ് സംഭവം. അപ്പോൾ മിസ്റ്റേക്ക് വരുന്നത് നാച്ചുറലാണോ അതോ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന അയാളുടെ തെറ്റാണോ? നാച്ചുറലാണ്. നാച്ചുറൽ സംഭവങ്ങൾ നാച്ചുറലാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യണം ഫസ്റ്റ്. നമ്മൾ എന്ത് ചെയ്താലും മിസ്റ്റേക്ക് വരും. സംസാരിക്കുക മിസ്റ്റേക്ക് വരും, ഡ്രൈവ് ചെയ്യുമ്പോൾ വരും, നമ്മളൊരു എന്തെങ്കിലും പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഷൂട്ടിങ്ങിനകത്ത് തന്നെ നമുക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് എഡിറ്റഡ് വെർഷനാണ്. ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്ക് നമുക്ക് രണ്ടുപേർക്ക് വന്നിട്ടുണ്ട്.
പിടികിട്ടുന്നത് അല്ലേ സുരഭി? അതെ. ഇതെല്ലാം എഡിറ്റ് ചെയ്ത് ഫ്രഷ് വെർഷനാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെയാണ് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. എഡിറ്റർ അത്ര കഷ്ടപ്പെട്ടു. പിന്നെ മിസ്റ്റേക്ക് കുറഞ്ഞു വന്നു. ഇന്നത്തെ വീഡിയോയിൽ മിസ്റ്റേക്ക് കുറച്ച് കുറവാണ്. അതുപോലെ ഗ്രാജുവലി പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ, പ്രോഗ്രസ് ഓവർ പെർഫെക്ഷൻ. ഓക്കെ, നമ്മൾ പോകെ പെർഫെക്റ്റായി വന്നോണം. ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഡൗൺ ആവുന്നത് അതിൻ്റെ ഒരു പരിഹാരമല്ല. ഡൗൺ ആവുന്നത് നമ്മളതിനെ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, അതായത് നമ്മുടെ ജീവിതത്തിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമ്മുടെ ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് കോച്ചിങ്ങിൽ പ്രഭാകരൻ സാറ്, അദ്ദേഹം എത്ര വർഷം ഇംഗ്ലീഷ് സംസാരിക്കണം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് ഗിന്നസ് ലിംക വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ട് ടൈപ്പ് ചെയ്യുന്ന, തലയിൽ വെച്ച് ടൈപ്പ് ചെയ്യും. അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാമിൽ വന്ന് അദ്ദേഹം 40 മിനിറ്റ് ഫ്ലുവൻ്റ് ആക്കിയതിന് ശേഷം 40 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിച്ചു. അന്ന് ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. അന്ന് ഡൗൺ ആവാതെ അവർ അന്ന് തന്നെ മുന്നോട്ട് വന്ന് പ്രയത്നിച്ചെങ്കിൽ മേ ബി നമ്മളെ പോലെ ഒരു സിസ്റ്റം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ, അതുപോലെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഡൗൺ ആവാതെ മുന്നോട്ട് വന്ന് ചെയ്തിരുന്നെങ്കിൽ എപ്പോഴേ അവർ ഫ്ലുവൻ്റ് ആവാൻ പറ്റുമായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, വരാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞു. ഇത് കണ്ടോണ്ടിരിക്കുക നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നും വൈകിട്ടില്ല, ഇതാണ് കറക്റ്റ് ടൈം. ഡൗൺ ആകാതെ നല്ലൊരു മെൻറ്ററിനെ കണ്ടുപിടിച്ച് നല്ലൊരു പ്രോഗ്രാം കണ്ടുപിടിച്ച് പ്രാക്ടീസ് ചെയ്യുക. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. നിങ്ങളിപ്പോൾ ഈ ഒരു വർഷം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷം മുതൽ ലൈഫ് ടൈം നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് ആണ്. ഇംഗ്ലീഷ് നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ സർ, താങ്ക് യു. ഒരു ഫോർമൽ സിറ്റുവേഷനിൽ ഇൻഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിസ്റ്റേക്ക് ആണോ? മിസ്റ്റേക്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ബിഗിനർ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഗ്രാജ്വലി നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നീ പോടാ എന്ന് നമ്മൾ വീട്ടിൽ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ നമ്മൾ വിളിക്കും. പക്ഷെ നമുക്ക് പോയിട്ടൊരു പബ്ലിക് പ്രോഗ്രാമിലോ ഒരു പാർട്ടിയിൽ പോയി നമുക്ക് ഫുഡ് തരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞപ്പോൾ അയാൾ അത് ഇട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ വിളിച്ച് അതെയോ തരാം, സോറി ഞാൻ മറന്നുപോയി, തരാൻ വെച്ചു, നീ പോടാ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഫോർമൽ സിറ്റുവേഷൻ ഗ്രാജ്വലി മനസ്സിലാക്കി വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വൊക്കാബുലറി യൂസ് ചെയ്യും. ഇപ്പോൾ സുരഭിയുടെ തന്നെ സുരഭി ചെയ്തൊരു വീഡിയോയിൽ വാട്ട് ഈസ് യുവർ നെയിം, എല്ലാ സിറ്റുവേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് എൻ്റെ പേര്, എന്താണ് നിങ്ങളുടെ പേര് എന്നുള്ളത് കുറച്ച് റൂഡാണ്. അപ്പോൾ വിദേശത്ത് പോലീസുകാർ പോലും അങ്ങനെ ഉപയോഗിക്കാറില്ലെന്നാണ് പറയുന്നത്. കുഡ് യു പ്ലീസ് ടെൽ മീ യുവർ നെയിം ഓർ മേ ഐ നോ യുവർ നെയിം, അല്ലെങ്കിൽ യുവർ നെയിം പ്ലീസ്. അപ്പോൾ അവിടെ ഫോർമാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട. പക്ഷേ ഗ്രാജുവലി പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഇംഗ്ലീഷിനെ പോളിഷ് ചെയ്യുമ്പോഴേക്കും അത് റെഡിയായി വന്നോളൂ. ആദ്യം ബിഗിനർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അതിനെക്കുറിച്ച് വെറിഡാവേ വേണ്ട. ഫോക്കസ് ഓൺ കൺവേയിങ് ദ മെസ്സേജ്. നമ്മുടെ മനസ്സിലുള്ളത് കൺവേ ചെയ്യാൻ ശ്രമിക്കുക. ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കൺവേയിങ് ദ മെസ്സേജ് ഇൻ ദ മോസ്റ്റ് ഈസി മെത്തേഡ്. ഓക്കെ, യൂസിങ് മോസ്റ്റ് ഈസി മെത്തേഡ്. സംസാരിക്കുന്ന സമയത്ത് കറക്റ്റ് വേർഡ് കിട്ടാറില്ല, ആ സിറ്റുവേഷന് അനുസരിച്ചുള്ള കറക്റ്റ് വേർഡ് കിട്ടാറില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഹൗ ടു ഇമ്പ്രൂവ് യുവർ ഫ്ലുവൻസി. ശരിക്കും പറഞ്ഞാൽ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ ആ ഒഴുക്കാണ്, വേർഡ് കിട്ടാറില്ല. ആ ഫ്ലുവൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ്. എത്രത്തോളം ലിസൺ ചെയ്യും അത്രത്തോളം വൊക്കാബുലറി അതിൻ്റെ പാറ്റേൺ നമ്മുടെ ബ്രെയിനിൽ കയറും. ഓക്കെ, അപ്പോൾ ലിസണിങ്ങിലൂടെ കിട്ടുന്ന വൊക്കാബുലറി നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ, ആക്റ്റീവ് വൊക്കാബുലറി. അല്ല വായിച്ച് എഴുതി പഠിക്കുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ പത്രം വായിച്ച് കിട്ടുന്നതൊന്നും സ്പോണ്ടേനിയസ്ലി നമുക്ക് അത് സംസാര ഭാഷയുള്ള വൊക്കാബുലറി ആയിരിക്കണമെന്നില്ല, പത്രങ്ങളിൽ സാഹിത്യം വരുന്നത്. അപ്പോൾ ലിസണിങ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. പിന്നെ റെഗുലർ പ്രാക്ടീസ്, പോസിറ്റീവായുള്ള അഫർമേഷൻ കൊടുക്കുക, നമുക്ക് പറ്റും. ഇതുപോലെ നമ്മുടെ ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് സിസ്റ്റത്തിനകത്ത് മൈൻഡ് പവർ ടെക്നിക്സ് പഠിപ്പിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ, അഫർമേഷൻ, ഇപ്പോൾ ഹിപ്നോട്ടിക് മെഡിറ്റേഷൻ രീതിയിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഫ്ലോ വരുത്താൻ വേണ്ടി സഹായിക്കും. മറ്റുള്ളവർ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയാണ്. അപ്പോൾ അതെങ്ങനെ മാറ്റാൻ പറ്റും? മറ്റുള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്, അവർ നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ് പേടി പോകുന്നത്. ആരാ ഇവരും ജനിച്ചപ്പോൾ ഇങ്ങനെ സംസാരിക്കില്ലാന്നല്ലോ. ഇവർക്ക് ഇതുപോലത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ കാണുന്ന അവരുടെ ഈ ഫ്ലുവൻസി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത ബുക്കിൻ്റെ 117ാമത്തെ പേജായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ 4ാമത്തെ പേജാണ്. ഫോർ എക്സാമ്പിൾ 4th ഡേ 4th മന്തോ പറയാം. നമ്മുടെ 4th മന്തിൽ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, അവരുടെ 4th മന്തിൽ ചിലപ്പോൾ നമ്മളത്ര പോലും അവർ ഫ്ലുവൻ്റ് ആയിരിക്കില്ല, ആയിരുന്നിരിക്കില്ല, നമുക്കത് അറിയില്ല. അവർ എത്രയോ വർഷം പ്രാക്ടീസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റുഡൻസ് ഒരുപാട് ഇൻ്റർവ്യൂസ് ഇടുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ വന്നിട്ട് ഇതിൽ മിസ്റ്റേക്ക് ഉണ്ടോ അതിൽ മിസ്റ്റേക്ക് ഉണ്ടോ പറയും. ഇവരറിയുന്നില്ല
ഈ ഞാൻ ഇൻ്റർവ്യൂവിൽ ഇംഗ്ലീഷ് കൊണ്ട് സംസാരിപ്പിക്കുന്ന സ്റ്റുഡൻസ് ജീവിതത്തിൽ ആദ്യമായിട്ട് സംസാരിക്കുകയാണ്. അവരെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ BBC വാർത്ത വായിക്കുന്ന ആൾക്കാരെ വെച്ചിട്ടാണ്. എങ്ങനെയുണ്ട്? ആണ് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയും, കമ്പയർ ചെയ്യരുത്. ഇവർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉറപ്പായിട്ടും ഇവർ കുറച്ച് കഴിയുമ്പോൾ ഫ്ലുവൻ്റ്. ഈ ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ ഇവരത്ര പോലും ഫ്ലുവൻറ്റും അല്ല. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവരെ നോക്കരുത്. നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പ്രോഗ്രസ് മാത്രമാണ്. മനസ്സിലാക്കുക, അവരിപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ കുറേ വർഷം ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ തുടങ്ങിയുള്ളൂ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അതേപോലെ ആവും. ഓക്കെ സാർ, താങ്ക് യു. ഒരു ഗ്രൂപ്പ് കോൺവെർസേഷൻ നടക്കുകയാണ്. അപ്പോൾ അവിടെ എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും? ഓക്കെ, ഗ്രൂപ്പ് കോൺവെർസേഷൻ അതുപോലെ ഇൻ്റർവ്യൂവിലുള്ള ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്, എസ്പെഷ്യലി ഇൻ്റർവ്യൂസിലൊക്കെ. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നും അറിഞ്ഞുകൂടാതെ ആയുധമില്ലാതെ ആദ്യം പോയിട്ട് ഇതിൽ പോയി പെടരുത്. നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നോക്കുക, ഒരു ഡിസ്കഷൻ എങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇത് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ അത് ബാക്കിയുള്ള ആൾ ചോദ്യം ചോദിക്കുന്നു, എങ്ങനെ ലീഡ് ചെയ്യുന്നു, ഇതൊക്കെ കണ്ട് പഠിച്ചിട്ട് അവിടെ ഉപയോഗിക്കുന്ന കുറച്ച് പാറ്റേൺ ഉണ്ട്. ചിലപ്പോൾ അവരൊരു അതിന് നമ്മൾ എന്താ പറയുക, അസേർട്ടീവ്നെസ് എന്ന് പറയും. ചിലപ്പോൾ അവർ ഒന്ന് ഇദ്ദേഹത്തിന് ഇപ്പോൾ എതിർക്കണമെങ്കിൽ പോലും അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് എതിർക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവമാണ്. ഇത് നമ്മൾ ആ ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടാലേ പഠിക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ട് പഠിച്ച് അതിനുള്ള ഫ്രേസുകൾ എഴുതിയെടുത്ത് പ്രാക്ടീസ് ചെയ്യണം ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, നേരെ ഈ പ്രൊഫഷണൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പോയി പെടരുത്. ഇതുപോലെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കൊടുക്കില്ല, സൂമിലൊക്കെ ബ്രേക്ക് ഔട്ട് സെഷനിലൊക്കെ, അതിൽ വരുന്ന എല്ലാവരും ബിഗിനേഴ്സാണ്. അപ്പോൾ അവരൊപ്പം ഇരുന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അവരെങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ആൻസർ ചെയ്യുന്നു, അതിൽ നിന്ന് ആ ഒരു ഡെയിലി പ്രാക്ടീസിലൂടെ ഇത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം മാത്രമേ യഥാർത്ഥ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ പോയി പെടാവൂ. ഇല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കും, നമ്മളെ ഹേർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഇത് കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. നമ്മളെ പരിചയമുള്ള ആൾക്കാരായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ വളരെ എളുപ്പമാണ്. അവിടെ പിന്നെ ആ പ്രൊഫഷണൽ ലെവലിൽ പോയാലും എപ്പോഴും ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണം. ചെറിയ പോയിൻറ്റ്സ് വേണം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. ഉറപ്പായിട്ടും GDയിൽ നല്ല പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ സാർ, താങ്ക് യു.